ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് 7ാം ക്ലാസ്സിലെ ആദ്യത്തെ പാഠമായ ഗുസ്സേ പ്യാർ എന്ന കവിത പഠിക്കാം. ഗുദ്സേ പ്യാർ എന്ന കവിത ശോഭനാഥ് യാദവ് ആണ് എഴുതിയത്. ശോഭനാഥ് യാദവ്. ഗുദ് എന്നതിൻ്റെ അർത്ഥം സ്വയം, സ്വയം. പ്യാർ ഇഷ്ടം, സ്നേഹം എന്നൊക്കെയാണ് പ്യാറിൻ്റെ അർത്ഥം. സ്വയം സ്നേഹിക്കുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഓരോ വരിയും നോക്കാം. സൂരജ് അപ്പനി ആഗ് സേ, സൂര്യൻ തൻ്റെ അഗ്നി കൊണ്ട്, സൂര്യൻ തൻ്റെ ഊർജം കൊണ്ട്. ഇത്തന പ്യാർ കർക്കെ, ഇത്രയും, ഇത്തന ഇത്രയും, പ്യാർ കർണ സ്നേഹിക്കുക. സൂര്യൻ തൻ്റെ അഗ്നിയെ, സൂര്യൻ തൻ്റെ ഊർജത്തെ ഇത്രയും സ്നേഹിക്കുന്നത് കൊണ്ട്. വഹ് ദേ സഹേ ആഗ്, അതിന് ആ ഊർജം, ആ അഗ്നി നൽകാൻ സാധിക്കുന്നു. ദുനിയാ കോബി, ഈ ലോകത്തിന്. ദുനിയ ലോകം. ഈ പാരഗ്രാഫിൽ എന്താണ് പറയുന്നത്? സൂരജ് അപ്പനി ആഗ് സേ ഇത്തന പ്യാർ കർക്കെ വഹ് ദേ സകെ ആഗ് ദുനിയാ കോബി. സൂര്യൻ തൻ്റെ അഗ്നിയെ, സൂര്യൻ തൻ്റെ ആ വെളിച്ചത്തെ ഇത്രയും അധികം സ്നേഹിക്കുന്നത് കൊണ്ടാണ് സൂര്യന് ഈ ലോകത്തിലേക്ക് ആ ആഗ്, ആ ഒരു ഊർജത്തെ നൽകാൻ, ആ ഒരു അഗ്നിയെ നൽകാൻ വേണ്ടി സാധിക്കുന്നത്. അടുത്ത പാരഗ്രാഫ് നോക്കാം. ദർഗത്ത് അപ്പനെ ഫൂലോംസെ, ദർഗത്ത് മരം, അപ്പനെ തൻ്റെ, ഫൂലോംസെ പൂക്കളെ, ഫൂൽ പൂവ്, പൂക്കൾ. ഇത്തന പ്യാർ കർക്കെ കി, ഇത്തന ഇത്രയും, പ്യാർ കർക്കെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്, ദേശകെ ഫൂൽ അതിന് നൽകാൻ സാധിക്കുന്നു പൂക്കൾ, ദുനിയാ കോബി ഈ ലോകത്തിന്. ഇവിടെ പറയുന്നത് ദർഗത്ത് അപ്പനെ ഫൂലോം സെ ഇത്തന പ്യാർ കർക്കെ കി വഹ് ദേ സകെ ഫൂൽ ദുനിയാ കോബി. തൻ്റെ പൂക്കളെ അത്രയധികം സ്നേഹിക്കുന്നത് കൊണ്ടാണ് അതിന് ഈ ലോകത്തിലേക്ക് കുറേയധികം പൂക്കളെ നൽകാൻ വേണ്ടി സാധിക്കുന്നത്. മേഘം അപ്പനെ തൻ്റെ, ജൽസെ വെള്ളത്തെ, ജൽ വെള്ളം. ഇത്തന പ്യാർ കർക്കെ കി ഇത്രയും സ്നേഹിക്കുന്നത് കൊണ്ടാണ്, വഹ് ദേ സകേ ജൽ അതിന് ജലം നൽകാൻ വേണ്ടി സാധിക്കുന്നത്, ദുനിയാ കോബി ഈ ലോകത്തിന്. ഈ വരികളിൽ പറയുന്നത് ബാദൽ മേഘം തൻ്റെ ജലത്തെ ഇത്രയധികം സ്നേഹിക്കുന്നത് കൊണ്ടാണ് ആ മേഘത്തിന് ഈ ലോകത്തിലേക്ക് വളരെയധികം ജലത്തെ നൽകാൻ വേണ്ടി സാധിക്കുന്നത്. മേം ഗുദ്സേ ഞാൻ സ്വയം, മേം ഞാൻ, ഗുദ് സ്വയം ഞാൻ സ്വയം, ഇത്തന പ്യാർ കരൂങ്കി ഇത്രയും അധികം സ്നേഹിച്ചാൽ മാത്രമേ, ദേശസകും പ്യാർ നൽകാൻ കഴിയുക സ്നേഹം, നബി ലോകത്തിന്, ദുനിയ ലോകം. ഈ വരികളുടെ അർത്ഥം മേം ഖുദ്സെ ഇത്തന പ്യാർ കരൂങ്കി ദേശകും പ്യാർ ദുനിയാ കോബി, ഞാൻ സ്വയം സ്നേഹിച്ചാൽ മാത്രമേ എനിക്ക് ഈ ലോകത്തിന് ഒരുപാട് സ്നേഹം നൽകാൻ സാധിക്കുകയുള്ളൂ, എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ.